പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപിക്ക് കിട്ടിയത് 1450 കോടിയുടെ ബോണ്ടുകളാണെന്നാണ് രേഖകൾ. 383 കോടിയാണ് കോൺഗ്രസിന് ലഭിച്ചത്. ഡിഎംകെയും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെ 6 പാർട്ടികൾ ബോണ്ട് നൽകിയവരുടെ പേരുകൾ വെളിപ്പെടുത്തി. എന്നാൽ ബിജെപിയും കോൺഗ്രസും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അഖിലശ്രീ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ. അഖിലശ്രീ, ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട്. അതിൽ ഏത് പാർട്ടികൾ ആർക്കൊക്കെ പണം നൽകി എന്നതിന്റെ വിവരങ്ങളുണ്ടോ? വിനീത, രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. 2019 ഏപ്രിൽ 12 മുൻപുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തീയതിക്ക് ശേഷമുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ സുപ്രീം കോടതി രജിസ്ട്രി മുദ്രവെച്ച കവറിൽ തിരികെ നൽകിയിരുന്നു. കൂടാതെ പെൻഡ്രൈവിൽ ഒരു ഡിജിറ്റൽ പകർപ്പും കൈമാറിയിരുന്നു. ബോണ്ടുകളുടെ തീയതി, മൂല്യം, എണ്ണം എന്നീ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ട രേഖകളിൽ ഉൾപ്പെടുന്നത്. കൂടാതെ ഏത് SBI ബ്രാഞ്ചാണ് ബോണ്ടുകൾ അനുവദിച്ചിരിക്കുന്നത്, രസീത്, തീയതി എന്നിവയും പുറത്തുവിട്ട രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട്. ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ പ്രത്യേകമായാണ് നൽകിയിരിക്കുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തിൽ BJPക്ക് കിട്ടിയത് 500 ബോണ്ടുകളാണെന്നും ഇതിലൂടെ 210 കോടി രൂപയാണ് BJPക്ക് കിട്ടിയതെന്നും ഈ രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് 1450 കോടിയുടെ ബോണ്ടാണ് BJPക്ക് ലഭിച്ചത്. ഇതേ കാലയളവിൽ കോൺഗ്രസിന് 383 കോടിയാണ് കിട്ടിയത്. ഈ കാലയളവിൽ DMKക്ക് 656.5 കോടിയുടെ ബോണ്ടാണ് ലഭിച്ചത്. ഇതിൽ 550 കോടിയും വിവാദ വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ശരി അഖിലശ്രീ.